ഹലോ ഗൈസ്, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ജേർണലിങ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോൾ ഞാൻ 2025 തൊട്ട് 26 മുതൽ ശീലമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് ജേർണലിങ് ചെയ്യണം എന്നുള്ളത്. സോ ആ സമയത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള പല പല കാര്യങ്ങളിലും നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കിട്ടിയിട്ടുള്ള ജോബ്, ലൈക്ക് ജോലിയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പിന്നെ നമ്മളുടെ വീട് ആൻഡ് നമ്മുടെ ഫാമിലി, അങ്ങനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ഈ ജേർണലിങ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. സത്യത്തിൽ ഈ ജേർണലിങ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഇമോഷൻസ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ലൈക്ക് നമുക്കിങ്ങനെ ഭയങ്കര ഓവർ തിങ്കിങ് ആയിരിക്കും. സോ അതൊക്കെ നമ്മളൊരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ജേർണലിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മുടെ തോട്ട്സ് എങ്ങോട്ടൊക്കെയാണ് പോകണമെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. സോ നമ്മളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടൂളാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ. സോ ജേർണലിംഗ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു 1 വീക്ക് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം. അപ്പം നമുക്ക് കൂടുതൽ കൊണ്ടുതരും എന്നൊക്കെ പറയില്ലേ, സോ അതുപോലത്തെ ഒരു സംഭവമാണ്. സോ